+1 ഹിന്ദി ക്ലാസ് की ओर सबका स्वागत है. ഇന്ന് നമ്മൾ +1 ഹിന്ദിയുടെ ആദ്യ യൂണിറ്റിലെ ജുലൂസ് എന്ന നാലാമത്തെ പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ചിത്ര മുദ്ഗൽജിയുടെ ഒരു നാടകാവിഷ്കാരമാണ് ജുലൂസ് എന്ന ഈ പാഠഭാഗം. ആദ്യമായി ലേഖികയുടെ ഒരു പ്രൊഫൈലാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പാഠഭാഗങ്ങളിലും ആദ്യം തന്നെ ലേഖകന്റെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ടാവും അല്ലേ? ഇതേപോലെ ഇവിടെ ചിത്ര മുദ്ഗൽജിയുടെ ഒരു പ്രൊഫൈലാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി എടുക്കണം. ആദ്യം തന്നെ അതിൽ ജന്മം എഴുതിയിട്ടുണ്ട്, ചിത്ര മുദ്ഗൽജിയുടെ ജന്മം, അതേപോലെ പ്രമുഖ രചനകൾ, ഉപന്യാസ്, നോവലുകൾ, അതേപോലെ കഹാനി കഥാസംഗ്രഹങ്ങൾ, നാട്യരൂപാന്തർ നാടകാവിഷ്കാരങ്ങൾ, പുരസ്കാരങ്ങൾ, വിശേഷതകളൊക്കെ പ്രത്യേകമായിട്ട് നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതേപോലെ സംഭാവനകൾ എന്താണെന്നൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു പ്രൊഫൈല് നിങ്ങൾ പാരഗ്രാഫ് എഴുതുന്നത് പോലെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ലേഖികയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാത്രമല്ല, നമ്മൾ 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ലേഖികയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതിന് തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ നമ്മളുടെ പാഠഭാഗത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ്. അതൊന്ന് വായിച്ചു നോക്കാം. कहानी सम्राट प्रेमचंद की कहानी का चित्रा मुद्गल का नाट्य रूपांतर है जुलूस. കഹാനി സാമ്രാട്ട്, കഥാസാമ്രാട്ടായ പ്രേംചന്ദിന്റെ കഥയുടെ ചിത്ര മുദ്ഗലിന്റെ നാടകാവിഷ്കാരമാണ് ജുലൂസ്. അതായത് ഹിന്ദി സാഹിത്യത്തിലെ കഥാസാമ്രാട്ടായ പ്രേംചന്ദിന്റെ കഥയാണ് ജുലൂസ്. പ്രേംചന്ദിന്റെ ജുലൂസ് എന്ന കഥയെ ചിത്ര മുദ്ഗൽജി നാടകാവിഷ്കാരമാക്കിയതാണ്. नेक्स्ट लाइन देखिए. हिंदी कथा साहित्य के सर्वश्रेष्ठ कथाकार है प्रेमचंद. ഹിന്ദി കഥാസാഹിത്യത്തിലെ സർവശ്രേഷ്ഠനായ കഥാകൃത്താണ് പ്രേംചന്ദ്. കൽപ്പന की उड़ान भरती कहानी को सच्चाई के धरातल पर ला गड़ा करके प्रेमचंद ने साधारण जनता की पीड़ा को वाणी दी. എന്താണ്? സാങ്കല്പികത നിറഞ്ഞു നിൽക്കുന്ന കഥയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന് പ്രേംചന്ദ് സാധാരണക്കാരായ ആളുകളുടെ ദുഃഖങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾക്കൊക്കെ തൻ്റെ രചനകളിലൂടെ ശബ്ദമാവുകയാണ് ചെയ്തത്. അതായത് അതുവരെയുള്ള കഥകളിലൊക്കെ എങ്ങനെയാണ്, സാങ്കല്പികതയാണ് കൂടുതൽ, കൽപ്പനകളാവും കൂടുതലായിട്ട് കഥകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രേംചന്ദ്ജി എന്താ ചെയ്തത്? പ്രേംചന്ദ്ജിയുടെ രചനകളിലൊക്കെ സാധാരണക്കാരുടെ യാഥാർത്ഥ്യം നിറഞ്ഞ ജീവിതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജുലൂസ് കഹാനി ദേശപ്രേം കോ മുഖരിത് കർത്തി ഹെ. ജുലൂസ് എന്ന ഈ കഥ ദേശസ്നേഹം നിറഞ്ഞതാണ്. ചിത്ര മുദ്ഗലിനെ പ്രസ്തുത കഹാനി കാ നാട്യരൂപാന്തർ കിയാ ഹെ. ചിത്ര മുദ്ഗൽ പ്രസ്തുത കഹാനിയെ, ജുലൂസ് എന്ന ഈ പ്രസ്തുത കഹാനിയെ നാടകാവിഷ്കാരമാക്കിയിരിക്കുകയാണ്. ലേഖിക ने कहानी को दृश्यों में बांटा है. ലേഖിക ഈ കഥയ്ക്ക് ദൃശ്യാവിഷ്കാരം നൽകി. और उन्होंने संवाद के द्वारा कहानी के साथ न्याय किया है. സംവാദം എന്ന് പറഞ്ഞാൽ സംഭാഷണം, സംഭാഷണങ്ങളിലൂടെ കഥയ്ക്ക് ന്യായം നൽകി. അതായത് പ്രേംചന്ദ്ജി എഴുതിയ ജുലൂസ് എന്ന ഈ കഥയ്ക്ക് ഒരു കോട്ടവും വരുത്താതെ, അതായത് കഥയിൽ ഒരു മാറ്റവും വരുത്താതെ സംഭാഷണങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ചിത്ര മുദ്ഗൽജി ഈ ഒരു ജുലൂസ് എന്ന കഥയെ നാടകവൽക്കരിച്ചു. ഇസ് കഹാനി के नाट्य रूपांतर के पीछे एक आकस्मिक घटना है. घटना जानने के लिए देखें परिशिष्ट पृष्ठ संख्या 105 से 107 ചിത്ര മുദ്ഗൽ की ईमेल. അതായത് ഈ ഒരു കഥ നാട്യരൂപാന്തരാക്കുന്നതിന് പിന്നിൽ ഒരു ആകസ്മിക സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്ന് അറിയാൻ പേജ് നമ്പർ 105 to 107 നോക്കാനാണ് പറയുന്നത്. അതിന് തൊട്ട് താഴെയായി എഴുതിയത് എന്താണെന്ന് വായിച്ചു നോക്കാം. ഹിന്ദി കെ കാൽജയി കഹാനികാർ പ്രേംചന്ദ് കെ പ്രതി. ഹിന്ദിയിലെ എക്കാലത്തെയും കഥാകൃത്തായ പ്രേംചന്ദ്ജിക്ക് വേണ്ടി നയി പീഡി കാ സശക്ത് ലേഖിക. നയി പീഡി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയുടെ ശക്തയായ ലേഖിക, എഴുത്തുകാരി ചിത്ര മുദ്ഗൽ കി ശ്രദ്ധാഞ്ജലി. ചിത്ര മുദ്ഗൽജിയുടെ ശ്രദ്ധാഞ്ജലി എന്ന് പറഞ്ഞാൽ ആദരാഞ്ജലി. പ്രേംചന്ദ്ജിക്കുള്ള ആദരാഞ്ജലി ആയിട്ടാണ് ചിത്ര മുദ്ഗൽജി ഈ ഒരു നാടകാവിഷ്കാരം എഴുതിയത്. ഇനി പാഠഭാഗം ശ്രദ്ധിക്കാം. ജുലൂസ് എന്ന വാക്കിനർത്ഥം ജാഥ അല്ലെങ്കിൽ ജനയാത്ര എന്നൊക്കെയാണ്. നാടകാവിഷ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പം നാടകമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചിത്രത്തിൽ എന്താ കാണുന്നത്? നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനൗൺസ്മെൻറ്റ് കാണുന്നുണ്ട്. നാടകത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ?
നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്, ശ്രദ്ധിക്കുക. നേപഥ്യമേൻ സ്വരാജിയോ കാ ജുലൂസ് ആ രഹാ ഹെ. നേപഥ്യമേ എന്ന് പറഞ്ഞാൽ അണിയറയിൽ, സ്വരാജിയോ കാ ജുലൂസ് ആ രഹാ ഹെ. സ്വരാജിയോ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെയാണ്. അപ്പോൾ അണിയറയിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെ ജാഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക് അംഗ്രേസോ കെ ഖിലാഫ് നാരെ ലഗാ രഹേ ഹെ. ലോക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, അംഗ്രേസോം കെ ഖിലാഫ്, അംഗ്രേസോം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെയാണ്. അംഗ്രേസോം കെ ഖിലാഫ്, ഖിലാഫ് എന്ന് പറയുന്നത് എതിരായി. നാരെ എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം, ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭാരത് മാതാ കി ജയ് ജയ്കാർ കർ രഹേ ഹെ. എന്താണ്, അതോടൊപ്പം തന്നെ ഭാരതമാതാവിന് ജയ് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അംഗ്രേസോം ഭാരത് ജോഡോ, അംഗ്രേസോം ഭാരത് ജോഡോ, ജയ് ഭാരത് മാതാ. ബ്രിട്ടീഷുകാർ ഭാരതം വിടുക, ക്വിറ്റ് ഇന്ത്യ എന്ന് കേട്ടിട്ടില്ലേ? അംഗ്രേസോം ഭാരത് ജോഡോ, ബ്രിട്ടീഷുകാർ ഭാരതം വിടുക. ഭാരതമാതാവിന് ജയ്. നമ്മൾ നേരത്തെ വായിച്ചു ജുലൂസ് ദേശസ്നേഹം നിറഞ്ഞ കഥയാണ്. ഇവിടെ ആളുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ജയ് വിളിക്കുന്നുണ്ട് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ എപ്പോഴാണ് ആളുകൾ ജയ് വിളിച്ചത്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ജുലൂസ് എന്ന ഈ ഒരു കഥ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? നെക്സ്റ്റ് देखिए, സഡക് സേ ലഗേ ബാസാർ മേ ദുകാൻദാർ ബഹസ് കർ രഹേ ഹെ. സഡക് എന്ന് പറയുന്ന റോഡ്, ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. സഡക് സേ ലഗേ ബാസാർ മേ, റോഡിനോട് ചേർന്ന മാർക്കറ്റിൽ ദുകാൻദാർ ബഹസ് കർ രഹേ ഹെ. ദുകാൻദാർ എന്ന് പറയുന്നത് കടക്കാർ, ബഹസ് എന്ന് പറഞ്ഞാൽ തർക്കിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യുക എന്നൊക്കെ. അപ്പോൾ റോഡിനോട് ചേർന്നിട്ടുള്ള മാർക്കറ്റിൽ അവിടെയുള്ള കടക്കാർ തമ്മിൽ എന്തോ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ കടക്കാർ തമ്മിൽ എന്തോ തർക്കം നടക്കുകയാണ്. ശംഭുനാഥ് നാരോങ്കോ സുൻകർ വ്യങ്കിസെ, മുദ്രാവാക്യം കേട്ടിട്ട് വ്യങ്കിസെ, പരിഹാസത്തോടു കൂടി പറയാണ്. ദേഖ് രഹേ ഹേന ദീൻ ദയാൽജി. എന്താണ്, കാണുന്നില്ലേ ദീൻ ദയാൽജി. ദീൻ ദയാൽജി എന്ന് പറഞ്ഞ ആളോടാണ് പറയുന്നത്, നിങ്ങൾ കാണുന്നില്ലേ ദീൻ ദയാൽജി. സബ്കെ സബ് കാൽ കെ മുഹ് മേ ജാ രഹേ ഹെ. സബ്കെ സബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാവരും കാലന്റെ വായിലേക്കാണ് പോകുന്നത്, അതായത് മരണത്തിലേക്കാണ് എല്ലാവരും പോകുന്നത്. ജാഥ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവരെല്ലാവരും കാലന്റെ വായിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വരാജ് ലാനെ ചലേഹെ, സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പോവുകയാണ്. പരിഹാസത്തോടു കൂടി പറയാണ്, ഇവരെല്ലാരും കാലന്റെ വായിലേക്കാണ് പോകുന്നത്, സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പോവുകയാണ്. ആകെ പോലീസ് സവാരോं का ദൽ ഗഡാ ഹുവാ ഹെ. മുന്നിൽ പോലീസുകാരുടെ ദൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, കൂട്ടം. മുന്നിൽ പോലീസുകാരുടെ കൂട്ടമാണ് ഉള്ളത്. മാർ മാർ കർ ബഗാദേക. എന്താണ് മാർന എന്ന് പറഞ്ഞാൽ അടിക്കുക, അടിച്ചോടിക്കും. മുന്നിൽ പോലീസുകാരുടെ കൂട്ടമുണ്ട്, അവിടുന്ന് ഈ ജാഥ അങ്ങോട്ട് എത്തുമ്പോഴേക്കും പോലീസുകാരുടെ ആ ഗ്രൂപ്പ് ഇവരെ അടിച്ചോടിക്കും. അപ്പൊ ഇതിന് മറുപടിയായിട്ട് ദീൻ ദയാൽ പറയാണ്, മഹാത്മാജി ബി സഠിയ ഗയേ ഹെ ശംഭുനാഥ് ഭയ്യ. മഹാത്മാജി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിനെയാണ്. മഹാത്മാഗാന്ധി വരെ സഠിയ എന്ന് പറഞ്ഞാൽ വൃദ്ധനാവുക, മഹാത്മാഗാന്ധി വരെ വൃദ്ധനായിട്ടുണ്ട് ശംഭുനാഥ് ഭയ്യ. ജുലൂസ് നികാൽനെ സെ സ്വരാജ് മിൽ ജാത്താ തോ കബ് കാ മിൽ ഗയാ ഹോത്താ. ഈ ഒരു ജാഥ വിളിച്ചിട്ട് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ എന്ന് കിട്ടേണ്ടതായിരുന്നു. തനിക്ക് ദേഖോത്തോ, തനിക്ക് ദേഖോത്തോ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നോക്കൂ. ജുലൂസ് മേ ഹേ കോൻ. ഒരു നിമിഷം ഒന്ന് നോക്കൂ, ഈ ജുലൂസിൽ ജാഥയിൽ ആരാണ് ഉള്ളത്. ലൗണ്ടേ ലഫംഗെ സിർഫിരെ. ലൗണ്ടേ ലഫംഗെ എന്ന് പറഞ്ഞാൽ സ്വഭാവദൂഷ്യമുള്ള പോക്കിരി പിള്ളേര് എന്നൊക്കെ അർത്ഥം. സിർഫിരെ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞവർ, അതായത് യുവാക്കളെയാണ് പറയുന്നത്. ഷഹർ കാ കോയി ബഡാ ആദ്മി ദിഖ് രഹാ. പട്ടണത്തിലുള്ള ഏതെങ്കിലും വലിയ ആളുകളെ ഈ ഒരു ജാഥയിൽ കാണുന്നുണ്ടോ? വലിയവരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകൾ, അങ്ങനെ പണക്കാരായ ആളുകൾ, പട്ടണത്തിലുള്ള അങ്ങനെ പണക്കാരായ ഏതെങ്കിലും ഒരു വലിയ ആളുകൾ ഈ ജാഥയിലെ നിങ്ങൾ കാണുന്നുണ്ടോ? तो फिर हमें क्या पड़ी है. പിന്നെ നമുക്ക് എന്താണ്? अपनी दुकान बंद कर जुलूस में आए. പിന്നെ നമ്മൾ എന്തിനാ നമ്മളുടെ കടയൊക്കെ അടച്ച് ഈ ഒരു ജാഥയിൽ പങ്കെടുക്കുന്നത്? എന്താണ് ദീൻ ദയാൽജി പറയുന്നത്? ഇങ്ങനെ ജാഥ വിളിച്ചത് കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്നേ കിട്ടേണ്ടതായിരുന്നു. അല്ല, ഇനി ഒരു നിമിഷം നോക്കൂ, ഈ ജുലൂസ് ജാഥയിൽ ആരാണുള്ളത്?
ഈ തലതിരിഞ്ഞ ചെറുപ്പക്കാര്, ഒന്നിനും കൊള്ളാത്ത ഈ ചെറുപ്പക്കാരല്ലാതെ സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു വലിയ മനുഷ്യനെ ഈ ജാഥയിൽ കാണുന്നുണ്ടോ? വളരെ പുച്ഛത്തോടു കൂടിയിട്ടാണ് ജാഥയെ ഇവര് പറയുന്നത്. बाजार में चप्पल बेच रहा മൈക്കു उन दोनों की बातें सुनकर टड़ाकर हंस पड़ता है. എന്താണ്? ബാസാർ മേൻ ചപ്പൽ ബേജ് രഹ മൈക്കു, മാർക്കറ്റിൽ ചെരുപ്പുകൾ വിറ്റുകൊണ്ടിരിക്കുന്ന മൈക്കു, മൈക്കു എന്ന് പറഞ്ഞ ആള്, ഉൻ ദോനോ കി ബാത്തേൻ സുൻകർ, ഇവർ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടിട്ട് ടഡാക്കർ ഹസ് പഡ്താ ഹെ, ടഡാക്കർ എന്ന് പറഞ്ഞാൽ ഉറക്ക ചിരിക്കുന്നതിനാണ് പറയുന്നത്, ടഡാക്കർ ഹസ് പഡ്താ ഹെ. ശംഭുനാഥ് ചിടുക്കർ, ദേഷ്യത്തോടു കൂടി, തു അപ്പനി ചട്ടിയാ ഓർ ചപ്പലേം ബേച്ച് മൈക്കു, നീ നിന്റെ ചട്ടിയാം എന്ന് പറഞ്ഞാൽ മെതിയടി, ചപ്പൽ എന്ന് പറഞ്ഞാൽ വള്ളിച്ചെരുപ്പ്, നീ നിന്റെ മെതിയടി ചെരുപ്പും ഒക്കെ വിൽക്കുമൈക്കൂ. ടിട്ടയ കഹേ രഹ, എന്തിനാണ് അട്ടഹസിച്ചിരിക്കുന്നത്? ലഗ്താ ഹേ ആജ് കി ബിക്രി അച്ചി ഹോ ഗയി ഹേ, തോന്നുന്നത് ഇന്നത്തെ കച്ചവടം നല്ല ഉഷാറാണെന്നാ തോന്നുന്നു, അതാ നീ ഇങ്ങനെ അട്ടഹസിച്ചിരിക്കുന്നത്. മൈക്കു അതിന് മറുപടിയായിട്ട് പറയാണ്, ബിക്രി വിക്രി ഛോട് ശംഭു ഭയ്യ, ഹാസ് രഹാ ഹോ തുമാരി ബാത് പേ, കച്ചവടത്തിന്റെ കാര്യമൊക്കെ വിട് ശംഭു ഭയ്യ, ഹസ് രഹാഹും, ഞാൻ ചിരിക്കുകയാണ്, തുമാരി ബാത് പേ, നിങ്ങളുടെ സംസാരം കേട്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. ശംഭുനാഥ് കിസ് ബാത് പേ, ഏത് കാര്യത്തിലാണ്, ഞങ്ങളുടെ എന്ത് കാര്യം കേട്ടിട്ടാണ് നീ ഇങ്ങനെ അട്ടഹസിച്ചിരിക്കുന്നത്? മൈക്കു, അരെ ബഡേ ആദ്മി കാഹേ ജുലൂസ് മേ ആനേ ലഗേ, മൈക്കു എന്താ പറയുന്നത്? വലിയ ആളുകൾ കാഹേ എന്ന് പറഞ്ഞാൽ ക്യോം, എന്തിനാണ്, വലിയ ആളുകൾ എന്തിനാണ് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത്? അംഗ്രേസി രാജ് മേ ഉനേ കോൻ കമി, അംഗ്രേസി രാജ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണം, ബ്രിട്ടീഷ് ഭരണത്തിൽ അവർക്ക് എന്ത് കുറവാണ് ഉള്ളത്? വലിയ ആളുകളെ ഈ ഒരു ജാഥയിൽ കാണുന്നുണ്ടോ എന്ന് നേരത്തെ ചോദിച്ചു അല്ലേ, അതിന് മറുപടിയായിട്ടാണ് പറയുന്നത്. ഠാഡ് സേ ബംഗളോ ഓർ മഹലോ മേ രഹത്തെ ഹേ, ഠാഡ്സെ എന്ന് പറഞ്ഞാൽ സുരക്ഷിതരായി ബംഗ്ലാവുകളിലും കൊട്ടാരത്തിലുമൊക്കെയാണ് താമസിക്കുന്നത്. ഏത് വലിയ വലിയ ആളുകൾ വളരെ സുരക്ഷിതരായി അവർ വലിയ വലിയ വീടുകളിലാണ് താമസിക്കുന്നത്. മോട്ടോറുമേ ഗൂമത്തേഹെ, മോട്ടോർ കാറിലൊക്കെയാണ് കറങ്ങുന്നത്, മോട്ടോർ വണ്ടികളിൽ വാഹനങ്ങളിലൊക്കെയാണ് അവർ കറങ്ങുന്നത്. മർത്തോ ഹം ലോഗ് രഹേഹെ, മരിക്കുന്നത് നമ്മളെപ്പോലുള്ളവരാണ്. ജിൻകി റോട്ടിയോ കാ ടിക്കാനാ നഹി, നമ്മളെപ്പോലുള്ളവരാണ് മരിക്കുന്നത്, ഭക്ഷണത്തിന് വകയില്ലാത്ത നമ്മളെപ്പോലുള്ളവരാണ് മരിക്കുകയാണെങ്കിൽ മരിക്കുന്നത്. പിന്നെ വലിയ വലിയ ആളുകൾ സുരക്ഷിതരായി വലിയ വലിയ വീടുകളിൽ ബംഗ്ലാവുകളിൽ താമസിക്കുന്ന അവരെന്തിനാണ് ഈ ജാഥയിൽ പങ്കെടുക്കേണ്ട കാര്യം എന്നാണ് മൈക്കു ചോദിക്കുന്നത്. ശംഭുനാഥ് കടാക്ഷ സെ, തും യേ സബ് ബാതേൻ ക്യാ സമझോगे മൈക്കു, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിനക്ക് എന്തറിയാം മൈക്കു? ജിസ് കാം മേ ചാർ ബഡേ ആദ്മി അഗ്വാ ഹോത്തെ ഹെ, ഏത് കാര്യത്തിലാണോ 4 വലിയ ആളുകൾ, അഗ്വ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാര്, ഏത് കാര്യത്തിലാണോ 4 വലിയ നേതാക്കന്മാരുള്ളത്, സർക്കാർ ബി ഉസ്കി ദാക് ബൈഠ് ജാതി ഹെ, സർക്കാരും അവരോടൊപ്പമായിരിക്കും. ലോണ്ടേ ലഫംഗോ കാ ഗോൾ ബലാ ഹക്കീമോ കി നിഗാവ് മേ ക്യാ ജാഞ്ചേഗാ, ലോണ്ടേ ലഫംഗോ എന്ന് പറയുന്നത് ഈ സ്വഭാവദൂഷ്യമുള്ള തലതെറിച്ച ചെറുപ്പക്കാരിയാണ് പറയുന്നത്. അവരുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, എന്താണ് അവരുടെ ലക്ഷ്യം? സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത് അല്ലേ. അങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരുടെ ഈ ഒരു ലക്ഷ്യം, ബലാ ഹക്കിമോ കി നിഗാഹ് മേ ക്യാ ജാഞ്ചേഗാ, ഈ അധികാരി, ഹക്കിമോ എന്ന് പറഞ്ഞാൽ അധികാരികളുടെ നിഗാഹ് മേൻ, ദൃഷ്ടിയിൽ ക്യാ ജാഞ്ചേഗ എന്ന് പറഞ്ഞാൽ ചലനം സൃഷ്ടിക്കുക. ഇവരുടെ ലക്ഷ്യം, ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യം അധികാരികളുടെ ദൃഷ്ടിയിൽ എന്ത് ചലനം സൃഷ്ടിക്കാനാണ്? അതായത് ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യം എന്താണ്? സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ജാഥ വിളിക്കുന്നതൊക്കെ. അങ്ങനെ ഇവരുടെ ആ ഒരു ലക്ഷ്യം, സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം ജാഥ വിളിച്ചതുകൊണ്ടൊന്നും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ മുന്നിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല. അപ്പോൾ മൈക്കു എന്താണ് പറയുന്നത്? ഹമാര ബഡ ആദ്മി തോ വഹി ഹെ ജോ ലങ്കോട്ടി ബാന്ധേ നംഗേ പാവ് ഗൂംതാ ഹെ, ഹമാര ബഡ ആദ്മി തോ വഹി ഹെ, ഞങ്ങളുടെ വലിയ ആള് എന്ന് പറയുന്നത് അതാണ്. ജോ ലങ്കോട്ടി ബാന്ധേ, ലങ്കോട്ടി എന്ന് പറഞ്ഞാൽ മുട്ടുവരെയുള്ള ഡ്രസ്സിനാണ് പറയുന്നത്. ലങ്കോട്ടി എടുത്തുകൊണ്ട് നംഗേ പാവ്, നഗ്നപാതനായി ചുറ്റിക്കറങ്ങുന്നു. ഗൂംതേ ഹെ, घूमते എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. ജോ ഹമാരി ദശ സുധാർനെ കെ ലിയെ അപ്പനി ജാൻ ഹഥേലി പർ ലിയെ ഫിർത്താ ഹെ,
അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഹമാരി ദശ സുധാരണയ്ക്കില്ലേ, നമ്മുടെ അവസ്ഥ പരിഹരിക്കാൻ അപ്പനി ജാൻ ഹതേലി പർ ലിയേ ഫിർത്താ ഹെ, സ്വന്തം ജീവൻ ഉള്ളം കയ്യിൽ വെച്ചിട്ടാണ് ചുറ്റിക്കറങ്ങുന്നത്. അതായത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിട്ടാണ് ചുറ്റിക്കറങ്ങുന്നത്. വഹ് ഹേ മഹാത്മാഗാന്ധി, അതാണ് മഹാത്മാഗാന്ധി. ഉസ്കെ ആകെ ഹമേം കിസി ബഡേ ആദ്മി കി പർവാഹ് നഹി, അദ്ദേഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് വേറെ വലിയ മനുഷ്യരില്ല. അതായത് നേരത്തെ ദീൻ ദയാൽജി പറഞ്ഞു ഈ ജാഥയിൽ ഏതെങ്കിലും വലിയ ആളെ കാണുന്നുണ്ടോ എന്ന്. അതിന് മറുപടി എന്നോണാണ് ഈ മൈക്കു ഈ പറയുന്നത്. ഞങ്ങളുടെ വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ലങ്കോട്ടി ഉടുത്തുകൊണ്ട് നഗ്നപാതനായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഈ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അതാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന് മുന്നിൽ വേറെ ഒരു വലിയ മനുഷ്യൻ സ്ഥാനമില്ല. നേപഥ്യമേ ജുലൂസ് കെ നാരെ പ്രഗർ ഹോനെ ലഗ്തേ ഹെ, എന്താണ്, അണിയറയിൽ ജാഥയുടെ മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട്. ഇവിടെ ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ജാഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാഥ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ കുറച്ച് കടക്കാർ തമ്മിൽ ഈ ഒരു വാക്കുതർക്കം നടക്കുന്നത്. ദീൻദയാൽ, നയാ ദാരോഗ ബീർബൽ സിംഗ് ബഡാ ജല്ലാദ് ഹെ മൈക്കു. ദരോഗ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ, നയാ ദാരോഗ പുതിയ ഇൻസ്പെക്ടർ. ദീൻദയാൽജി പറയാണ് പുതിയ ഇൻസ്പെക്ടർ ബീർബൽ സിംഗ് ബഡ ജല്ലാദ് ഹെ. ജല്ലാദ് എന്ന് പറഞ്ഞാൽ ക്രൂരൻ. പുതിയ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബീർബൽ സിംഗ് വലിയ ക്രൂരനായ മനുഷ്യനാണ് മൈക്കു. ജുലൂസ് കെ ചൗരാസ്തേ പർ പഹുഞ്ചത്തെ ഹി ഹട്ടർ ലേക്കർ പിൽ പടേഗ. ജുലൂസ് എന്ന് പറഞ്ഞാൽ ജാഥ, ചൗരാസ്തേ എന്ന് പറഞ്ഞാൽ നാൽക്കവല ജംഗ്ഷൻ, പഹൂഞ്ചന എന്ന് പറഞ്ഞാൽ എത്തുക. ഈ ഒരു ജാഥ ജംഗ്ഷനിൽ എത്തുമ്പോൾ തന്നെ ഹട്ടർ ലേക്കർ പിൽപടേക, എന്താണ്, ചാട്ടവാറ കൊണ്ട് അടിക്കും. ഹട്ടർ എന്ന് പറഞ്ഞാൽ ചാട്ടവാറ കൊണ്ടുള്ള അടി, ലാത്തി അടി, അടിച്ചു വീഴ്ത്തും. ഫിർ ദേഖ്ന യേ സ്വരാജി കൈസേ ദും ദബാക്കർ ഭാഗ് ഗഡാ ഹോഗെ. പിന്നെ നോക്കിക്കോ ഈ സ്വരാജികൾ അവിടുന്ന് എങ്ങനെയാണ് വാലും മടക്കി ഓടുന്നതെന്ന്. ഉധർ ദേഖ് മൈക്കു ദേഖ്, സിപാഹിയോനെ ജുലൂസിയോ കോ രോക് ദിയാ ഹെ. അങ്ങോട്ട് നോക്കൂ മൈക്കു, നോക്കൂ, പട്ടാളക്കാർ ജാഥക്കാരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ജാഥ നോക്കി നിൽക്കുന്ന കച്ചവടക്കാരാണ്. അവർ ജാഥയെക്കുറിച്ച് അവർ പറയുന്ന അവർ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആ ഒരു സമയത്ത് ഇന്ത്യയിൽ തന്നെ എല്ലാവരും ഇതിന് അനുകൂലമായിരുന്നില്ല. സംഗീത് നാടകമാണ് പശ്ചാത്തല സംഗീതം. ദൃശ്യാന്തർ നെക്സ്റ്റ് സീനാണ്. സിപാഹിയോ കെ സാത്ത് ഗോഡെ പർ സവാർ ദരോഗ ബീർബൽ സ്വരാജിയോ പർ ഗർജത്താ ഹെ. പട്ടാളക്കാരുടെ കൂടെ കുതിരപ്പുറത്ത് പുതിയ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബീർബൽ സിംഗ് സ്വരാജികൾക്ക് നേരെ, സ്വാതന്ത്ര്യ പ്രവർത്തകർക്ക് നേരെ ഗർജിക്കുകയാണ്. ബീർബൽ സിംഗ്, രുക് ജാओ, തും ലോഗോं को ആഗേ ജാനെ കാ ഹുക്കും നഹി ഹെ. എന്താണ് പറയുന്നത്? രുക് ജാവോ എന്ന് പറഞ്ഞാൽ നിൽക്കൂ, നിങ്ങൾക്ക് ആഗേ ജാനേക്ക മുന്നോട്ട് പോകാനുള്ള ഹുക്കും നഹി ഹെ, ഓർഡർ ഇല്ല. ബ്രാക്കറ്റ് മെൻ ലിഖ ഹെ, അതായത് ഇതൊരു നാടകമായതുകൊണ്ട് തന്നെ ഡയലോഗ്സ് അല്ലാതെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. ജുലൂസ് മേ ദബി ജുബാൻ സെ ഗുസുർ ഫുസുർ, അതായത് ഈ ഒരു ജാഥയിൽ പതിഞ്ഞ ശബ്ദത്തിൽ ഗുസുർ ഫുസുർ എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക. ജാഥയിലുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പിറുപിറുത്തുകൊണ്ട് അവർ തമ്മിൽ പറയാണ്, നയാ ദാരോഗ ഹേ, പുതിയ ഇൻസ്പെക്ടറാണ്. ഹാം ഭായി, ഇസിക നാം ബീർബൽ സിംഗ് ഹേ, ഇദ്ദേഹത്തിന്റെ പേരാണ് ബീർബൽ സിംഗ്. സുനാ ഹേ ബഡാ ജല്ലാദ് ഹേ, വലിയ ക്രൂരനാണെന്നാണ് കേട്ടിട്ടുള്ളത്. ശാന്ത് ഭായിയോ ശാന്ത്, ഈ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ തമ്മിൽ കുശുകുശുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ ജാഥയിലുള്ള ഒരാൾ പറയാണ്, ശാന്ത് ഭായിയോ ശാന്ത്, സുനോ ഇബ്രാഹിം അലി ദരോഗ സെ ക്യാ കഹ് രഹേ ഹേ. ഇബ്രാഹിം അലി പുതിയ ഇൻസ്പെക്ടറോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കൂ. ഇബ്രാഹിം അലി ഊഞ്ചേ സ്വർമേ, ഇബ്രാഹിം അലി ഉയർന്ന സ്വരത്തിൽ പറയാണ്, ദരോഗ സാഹബ്, ഇൻസ്പെക്ടർ സാഹ്, മേ ആപ്കോ ഇത്മിനാൻ ദിലാത്താ ഹൂം. ഇത്മിനാൻ എന്ന് പറഞ്ഞാൽ വാക്ക് നൽകുക, ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. കി കിസി കിസ്മ കാ ദംഗ ഫസാദ് ന ഹോഗ. കിസി കിസ്മ കാ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും, ദംഗ ഫസാദ് എന്ന് പറഞ്ഞാൽ വഴക്ക് അല്ലെങ്കിൽ ശല്യം ചെയ്യുക, ഒരു തരത്തിലുമുള്ള വഴക്കോ ശല്യം ചെയ്യലോ ഉണ്ടാവില്ല. ഹം ദുഖാനെ ലൂട്ട്നെ യാ മോട്ടറേൻ തോട്ട്നെ നെഹി നികലെ ഹെ, ഞങ്ങൾ കടകൾ കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ നശിപ്പിക്കാനോ അല്ല വന്നിട്ടുള്ളത്.
ഹമാരാ മക്സദ് ഇസ്സെ കഹി ഊഞ്ചാ ഹെ. ഞങ്ങളുടെ ലക്ഷ്യം, മക്സദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം ഇതിലും എത്രയോ മേലെയാണ്. ബീർബൽ സിംഗ്, ഇബ്രാഹിം സാബ് മുझे ये हुक्म है कि जुलൂസ് यहाँ से आगे न जाए. ബീർബൽ സിംഗ് പുതിയ ഇൻസ്പെക്ടർ പറയാണ്, ഇബ്രാഹിം സാർ മുझे ये हुक्म है, എനിക്ക് ഈ ഓർഡർ ഉണ്ട്, എനിക്ക് ഈ ഓർഡറാണ് കിട്ടിയത്. ജുലൂസ് യഹാം സെ ആകെ എന്ന ജായ, ഈ ജാഥ ഇവിടുന്നും മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഓർഡറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ബീർബൽ സിംഗ് വെറും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്, മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചേ പറ്റൂ അല്ലേ. ഇബ്രാഹിം അലി, ആപ് അപ്നെ അഫ്സരോം സെ ജരാ പൂച്ച്നലേ, നിങ്ങൾ നിങ്ങളുടെ ഓഫീസറോടൊന്ന് ചോദിച്ചു നോക്കൂ. ബീർബൽ സിംഗ്, മേ ഇസ്കി കോയി ജരൂരത് നെഹി സമജ്ത, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇബ്രാഹിം അലി, തോ ഹം ലോഗ് യഹാം ബൈഠത്തെ ഹേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കാം. ജബ് ആപ് ലോഗ് ചലേ ജായേ തോ ഹം നികൽ ജായേങ്കെ, എപ്പോൾ ആണോ നിങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകാം. ബീർബൽ സിംഗ്, യഹാം ഗഡേ ഹോനെ കാ ഭി ഹുക്കും നഹി ഹെ, ഇവിടെ നിൽക്കാനുമുള്ള ഓർഡർ ഇല്ല. ആപ് ലോഗോं को വാപ്പസ് ജാനാ പടേഗാ, നിങ്ങൾക്ക് തിരിച്ചു പോവേണ്ടതായി വരും. ഇബ്രാഹിം അലി ഗംഭീരദാസെ, വളരെ ഗാംഭീര്യത്തോടു കൂടി പറയാണ്, വാപ്പസ് തോ ഹം ന ജായേങ്കെ, ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകില്ല. ആപ്കോ യാ കിസി കോ ഹമേ രോക്നെ കാ കോയി ഹക്ക് നഹി ഹെ, താങ്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ ഹമേ രോക്നെ കാ, ഞങ്ങളെ തടയാനുള്ള കോയി ഹക്ക് നഹി ഹെ, ഒരു അവകാശവുമില്ല. आप अपने संवारों, संगीनों और बंदूकों के जोर से हमें रोकना चाहते हैं, रोक दीजिए. നിങ്ങൾ നിങ്ങളുടെ സംവാരം എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെ കൊണ്ട്, സംഗീനോ എന്ന് പറയുന്നത് തോക്കിൻ്റെ അറ്റത്തുള്ള ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഭാഗത്തിനാണ്. സംഗീനോ, നിങ്ങൾ നിങ്ങളുടെ പട്ടാളക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ തോക്കിൻ്റെ അറ്റത്തുള്ള ഇരുമ്പ് മുന കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ബന്ദൂക്കോം സെ, തോക്ക് കൊണ്ടോ ഹമേ രോക്ന ചാഹത്തെ ഹേ, ഞങ്ങളെ തടയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തടഞ്ഞോളൂ. മഗർ ആപ് ഹമേ ലൗട്ടാ നഹി സക്തേ, നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടാളക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ തോക്കിൻ്റെ അറ്റത്തുള്ള ഇരുമ്പ് മുന കൊണ്ടോ തോക്ക് കൊണ്ടോ തടയാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ തടഞ്ഞോളൂ. പക്ഷേ മഗർ ആപ് ഹമേ ലൗട്ടാ നഹി സക്തേ, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ ഇവിടുന്ന് തിരിച്ചയക്കാൻ കഴിയില്ല. ബീർബൽ സിംഗ് തൈസ്മേൻ, തൈസ്മേൻ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി, ഹമാരാ ഹുക്കും ക്യാ ആപ്കോ സുനായി നഹി പടാ, എന്താണ് പറയുന്നത്, എൻ്റെ ഓർഡർ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? എന്താണ് ബീർബൽ സിംഗിൻ്റെ ഓർഡർ? ഈ ഒരു ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകാൻ പാടില്ല, അതേപോലെ ഇവിടെ നിൽക്കാനും ഉള്ള ഓർഡർ ഇല്ല എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ബീർബൽ സിംഗ് പറഞ്ഞ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്. ഇബ്രാഹിം അലി, ഇന്ന ജാനെ വ ദിൻ കബ് ആയേഗാ, ആ ദിവസം എന്ന് വരുമെന്ന് അറിയില്ല. ജബ് ഹമാരെ ഭായിബന്ദ്, എൻ്റെ സഹോദരന്മാർ ऐसे ഹുക്കുമോं की, ഇത്തരത്തിലുള്ള ഓർഡറുകളുടെ താമീൻ കർണേസെ, അനുസരിക്കുന്നതിൽ നിന്ന് സാഫ് ഇൻകാർ കർദേങ്കെ, പിന്തിരിയും. അപ്പോൾ എൻ്റെ സഹോദരന്മാർ ഇത്തരത്തിലുള്ള ഓർഡറുകളെ അനുസരിക്കുന്നതിൽ നിന്ന് എന്ന് പിന്തിരിയും, അങ്ങനെയുള്ള ഒരു ദിവസം എന്ന് വരും. ജിൻകി മൻസാ മഹസ് ക്രോം കോ ഗുലാമി കി ജഞ്ചീരോ മേ ജക്കഡേ രഗ്നാ ഹെ. മൻസാമഹസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ. ക്രോം എന്ന് പറയുന്നത് വംശം അല്ലെങ്കിൽ രാജ്യം. ഗുലാമി കെ ജഞ്ചീര എന്ന് പറയുന്ന അടിമത്തത്തിൻ്റെ ചങ്ങല. ജക്കട്ടെ എന്ന് പറഞ്ഞാൽ വരിഞ്ഞു കെട്ടുക. അതായത് ആരുടെ മോഹങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെയാണോ അടിമത്തത്തിൻ്റെ ചങ്ങല കൊണ്ട് വരിഞ്ഞു കെട്ടിയത്, അങ്ങനെയുള്ള ആ അടിമത്തത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിയുന്ന കാലം എന്ന് വരും. ബീർബൽ സിംഗ് വിനമ്ര ഹോക്കർ, ബീർബൽ സിംഗ് വിനയത്തോടു കൂടി പറയാണ്, DSP സാബ് ആ രഹേ ഹേ, DSP സാർ വരുന്നുണ്ട്. ഉസ്സെ പെഹലെ ആപ് ലോഗ് വാപ്പസ് ലൗട്ട് ജായേ, അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകൂ. സ്വരാജി സംവേദ് സ്വർമേ ഹം നഹീൻ ജായെങ്കെ, ഹം നഹീൻ ജായെങ്കെ. സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയാണ്, ഞങ്ങൾ തിരിച്ചു പോവില്ല, ഞങ്ങൾ തിരിച്ചു പോവില്ല. ബീർബൽ സിംഗ് എന്താണ് പറയുന്നത്? ബീർബൽ സിംഗ്, ഫിർസെ സോച്ച് ലേ, ബഹുത് നുക്സാൻ ഉഡാനാ പടേഗ, എന്താണ് ഒന്നുകൂടി ചിന്തിക്കൂ, വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരും. സ്വരാജി സംവേദ് സ്വർമേ, സ്വാതന്ത്ര്യ പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയാണ്, ഹമേം കൊയി മലാൽ നഹി ഹെ, ഞങ്ങൾക്കൊന്നിനെയും പേടിയില്ല. ഭാരത് മാതാ കി ജയ്, ജയ് ഭാരത്, ജയ് ഭാരത്. ബീർബൽ സിംഗ്,
ആദേശാത്മക സ്വർമയും ഓർഡർ നൽകുന്ന സ്വരത്തോടു കൂടി പറയാണ്. സിപാഹിയും ലാത്തി ചാർജ് കരോ, പട്ടാളക്കാരെ ലാത്തി ചാർജ് തുടങ്ങൂ. ബ്രാക്കറ്റ് में लिखा है लाठी चार्ज की ധ്വനി. അണിയറയിൽ ലാത്തി ചാർജിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഗോഡോം കി ടാപ്പും കുതിരക്കുളമ്പടികളുടെ ശബ്ദം. ഔർ ഹിൻഹിനാനെ കി ആവാസവും കുതിരകളുടെ സൗണ്ട്. ഹിൻഹിനാനെ കി ആവാസവും കെ ബീച്ച് സ്വരാജിയോം കി ഗായൽ ഹോനെ കെ ആർത്ത് സ്വർ. സ്വരാജികളുടെ മുറിവേൽക്കുന്നതിന്റെ ആ ഒരു ആർത്തസ്വരവും കേൾക്കുന്നുണ്ട്. ബീർബൽ സിംഗ് ചേതാവനി കെ സ്വർമയും മുന്നറിയിപ്പിന്റെ സ്വരത്തോടു കൂടി. അഭി ഭി വക്ത് ഹേ ഇബ്രാഹിം അലി സാബ്, ഇപ്പോഴും സമയമുണ്ട് ഇബ്രാഹിം അലി സാഹബ്. ആപ് മേരെ സാമനെ സെ ഹട്ട് ജായേ, നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോകൂ. ഇബ്രാഹിം അലി ചുനൗത്തി കെ സ്വർമേ, ഇബ്രാഹിം അലി വെല്ലുവിളിയുടെ സ്വരത്തോടു കൂടി പറയാണ്. ആപ് ബേഠൻ ചലായേ ദരോഗ ജി, നിങ്ങൾ ലാത്തി ചാർജ് വീശിക്കോളൂ ഇൻസ്പെക്ടർ സാർ. സിർ पर बैठन से वार होते ही इब्राहिम अली की कारुणिक आह निकली है. സിർ पर എന്ന് പറഞ്ഞാൽ തലയിൽ, വേട്ടൻസെ ലാത്തി കൊണ്ടുള്ള, വാർ ഹോത്തെ ഹി അടിയേറ്റിട്ട്, ഇബ്രാഹിം അലിക്ക് കാരുണിക് ആഹ് നികലി ഹെ, ഇബ്രാഹിം അലിയുടെ വേദന കൊണ്ടുള്ള കരച്ചിൽ കേൾക്കുന്നുണ്ട്. और अगले ही पल उनका सिर घोड़ों की टापों के नीचे आकर फट जाता है. എന്താണ്, അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ സിർ തല ഗോഡോം കി ടാപ്പോം കെ നീച്ചെ കുതിരക്കുളമ്പടിയിൽ പെട്ടിട്ട് ഫട്ട് ജാത്ത ഹെ തല പൊട്ടിപ്പോകുന്നു. സ്വാധീനതാ സേനാനി അധീർ ഹോ ആത്തെ ഹെ, സ്വാതന്ത്ര്യ സമര സേനാനികൾ ആകെ അസ്വസ്ഥരാവുകയാണ് ചെയ്യുന്നത്. സ്വരാജി ഏക് ഗഭരായ സ്വർമയും പേടിച്ചുകൊണ്ട് പറയാണ്. അരെ ദേഖോ ദേഖോ ദരോഗാനെ അപ്പനെ ഗോഡ ഇബ്രാഹിം സാഹബ് കെ ഊപ്പർ ചട്ട് ദിയ. എന്താണ് പറയുന്നത്? അത് നോക്കൂ നോക്കൂ, ഇൻസ്പെക്ടർ സാർ തൻ്റെ കുതിരയെ ഇബ്രാഹിം സാഹബിന്റെ മേലെ കയറ്റിയിരിക്കുന്നു. ഉൻകാ സിർ ഫട്ട് ഗയാ ഹെ, അദ്ദേഹത്തിന്റെ തല പൊട്ടിയിരിക്കുന്നു. അപ്പോൾ സ്വരാജി ധോ, സ്വാതന്ത്ര്യ സമര സേനാനി രണ്ടാമത്തെ ആള് പറയാണ്. സിർസെ ഖൂൻ നികൽ രഹാ ഹെ, തലയിൽ നിന്ന് രക്തം വരുന്നുണ്ട്. ജല്ലാദ് ദരോഗ, ക്രൂരനായ ഇൻസ്പെക്ടർ. അംഗ്രേസോ കെ പിട്ടു ഹേ തു, ബ്രിട്ടീഷുകാരുടെ പിട്ടു എന്ന് പറഞ്ഞാൽ അനുയായി, കാല് നക്കുന്ന ആള് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ബ്രിട്ടീഷുകാരുടെ അനുയായിയാണ് നീ. സ്വരാജി തീൻ ഹം കിരായക്ക് ടട്ടു നെഹി ഹേ, കിരായ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുക്കുക, ടട്ടു കുതിര, ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത കുതിരകളല്ല. ജോ തേരി നിർദ്ദയത സെ ഡർക്കർ പലട്ട്ലേ, നിന്റെ ഈ നിർദ്ദയമായ പെരുമാറ്റം കണ്ട് പലായനം ചെയ്യാൻ, പലട്ട്ലേ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്യാൻ, ഓടിപ്പോവാൻ. നിന്റെ ഈ നിർദ്ദയമായ പെരുമാറ്റം കണ്ട് ഓടിപ്പോവാൻ ഞങ്ങൾ വാടകയ്ക്കെടുത്ത കുതിരകളല്ല. സ്വാധീനതാക്കെ സച്ചേ സേവക് ഹേ, സ്വാതന്ത്ര്യ സമരത്തിന്റെ യഥാർത്ഥ പ്രവർത്തകരാണ് ഞങ്ങൾ. अपनी जान दे देंगे मगर भारत माता के हाथों में बेड़ियां नहीं बर्दाश्त करेंगे. എന്താണ് അപ്പനി ജാൻ ദേ ദേങ്കെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ നൽകും. മഗർ പക്ഷേ, ഭാരത് മാതാ കെ ഹാത്തോമേ, ഭാരത മാതാവിന്റെ കൈകളിൽ, ഭേഡിയ എന്ന് പറഞ്ഞാൽ വിലങ്ങ്, ബർദശത് കരങ്കെ എന്ന് പറഞ്ഞാൽ സഹിക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ നൽകും, പക്ഷേ ഭാരത മാതാവിന്റെ കൈകളിൽ വിലങ്ങ് ഞങ്ങൾ സഹിക്കില്ല. ഭാരത് മാതാ കി ജയ്. സബി സ്വരാജി ദൊഹരാത്തെ ഹെ, എല്ലാ സ്വാതന്ത്ര്യ പ്രവർത്തകരും അത് ഏറ്റുപറയാണ്. സാത്ത് ഹി ചാരോ ഓർ ചീക് പുക്കാർ കെ ആർത്ത് സ്വർ ഗൂഞ്ജത്തെ ഹെ, അതോടൊപ്പം തന്നെ നാല് ഭാഗത്തു നിന്നും ചീക് പുക്കാർ, നിലവിളി, നിലവിളിയുടെ ആർത്തസ്വരം പ്രതിധ്വനിക്കുകയാണ് ചെയ്യുന്നത്. ഗൂഞ്ജന എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിക്കുക. സംഗീത് ആസാദി കെ കിസി ഗീത് കി ഗുൻ, അണിയറയിൽ സംഗീതം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഗീതം അണിയറയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യാന്തർ, നെക്സ്റ്റ് സീനാണ് പറയുന്നത്. ബാസാർ മേ ധടാധട് ദുക്കാനോ കെ ഷട്ടർ ഗിർനെ ലിഖ്തെ ഹെ, എന്താണ്, മാർക്കറ്റിൽ പെട്ടെന്ന്, ധടാധട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ദുക്കാനോ കെ കടകളുടെ, ഷട്ടർ ഗിർനെ ലിഖ്തെ ഹെ ഷട്ടർ താഴ്ത്തുന്ന ശബ്ദം കേൾക്കുകയാണ്. തനാവ് ബരി ടിപ്പണിയാം, സംഘർഷഭരിതമായ സംഭാഷണങ്ങൾ. വളരെ സംഘർഷഭരിതമായിട്ടാണ് കാണുന്നത് അല്ലേ. ഇബ്രാഹിം അലിയുടെ ദേഹത്തേക്ക് കുതിരകൾ ചാടി വീണിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ തല പൊട്ടിയിരിക്കുന്നു. എങ്ങും സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെ ജയ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യമാണ് കേൾക്കുന്നത്. ആകെ നഗരത്തിലാകെ സംഘർഷഭരിതമായ അവസ്ഥയാണ് നിൽക്കുന്നത്. അപ്പോൾ സംഘർഷഭരിതമായ സംഭാഷണങ്ങളും നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പറയുന്നത് മാർക്കറ്റിലെ ആളുകളുടെ ഇടയിലുള്ള ആ സംഘർഷഭരിതമായ സംഭാഷണങ്ങളാണ്. ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതാണ് താഴെ പറയുന്നത്. ഏക്
സുൻതേ ഹോ ഇബ്രാഹിം അലി ഘോഡെ സെ കുചൽ ഗയാ ഹേ. കേൾക്കുന്നുണ്ടോ? ഇബ്രാഹിം അലി കുതിരകൾ കൊണ്ട് ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. ഘോഡേസെന്ന് കുതിരകൾ കൊണ്ട്, കുചൽ ഗയേ ഹേ എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. കൈ സ്വരാജി ജഖ്മി ഹോ ഗേ ഹേ. ജഖ്മി എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക. ഒരുപാട് സ്വരാജികൾക്ക് മുറിവേറ്റിട്ടുമുണ്ട്. ന വേ പീച്ചെ ഹട്ടെ ഹേ ന പോലീസ് ഉനെ ആകെ ജാനേ ദേത്തി ഹേ. അവരെന്നാൽ പിന്മാറുന്നുമില്ല, പോലീസ് അവരെ മുന്നോട്ട് പോവാനും സമ്മതിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ കുറിച്ചാണ് പറയുന്നത്. ഷഹർ മേൻ തനാവ് ഫൈൽ രഹാ ഹേ. പട്ടണം മുഴുവൻ സംഘർഷഭരിതമായ അവസ്ഥയാണ്. അപ്പൊ ഇവിടെ ദീൻ ദയാൽ, ശംഭുനാഥ്, മൈക്കു ഇവരൊക്കെ ഈ ജാഥ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ജാഥ നോക്കി നിൽക്കുന്ന മൈക്കു പറയാണ്, അബ് തോ ഭായി രുക്കാ നഹി ജാത്ത, മേം ഭി ജുലൂസ് മേ ശാമിൽ ഹോങ്ക. എന്താ പറയുന്നത്? ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഞാനും ഈ ജാഥയിൽ പങ്കുചേരുകയാണ്. ദീൻ ദയാൽ, ദുകാൻ ബന്ദ് കർ മേം ഭി തുമാരെ സാത്ത് ചൽത്താ ഹൂം മൈക്കു. ശംഭു തും ക്യാ സോച്ച് രഹേ ഹേ. ദീൻ ദയാൽ ജി പറയാണ്, കട അടച്ച് ഞാനും നിന്റെ കൂടെ വരുന്നു മൈക്കു. എന്നിട്ട് ശംഭുനാഥിനെ നോക്കി പറയാണ്, ശംഭു തും ക്യാ സോച്ച് രഹേ ഹോ. ശംഭു നീ എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? ശംഭുനാഥ്, വിരോധ് മേം പൂരാ ബാസാർ ബന്ദ് ഹോ രഹ. വിരോധ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോടുള്ള വിരോധമാണ്. വിരോധം കൊണ്ട് മുഴുവൻ കടകളും അടയ്ക്കുകയാണ്. മേം കൈസെ അപ്പനെ ദുഖാൻ ഗുലി രഖ് സക്താ ഹും. ഞാൻ മാത്രം എങ്ങനെ എൻ്റെ കട തുറന്നു വെക്കും? ഏക് ദിൻ തോ മർനാ ഹി ഹേ. ഒരു ദിവസം എന്തായാലും മരിക്കണം. ജോ കുജ് ഹോനാ ഹേ ഹോ. എന്താണോ സംഭവിക്കുന്നത് സംഭവിക്കട്ടെ. ആഖിർ വേ ലോഗ് സഭി കെ ലിയേ തോ ജാൻ ദേ രഹേ ഹേ. അവസാനം അവര്, വേ ലോഗ് എന്ന് പറയുന്നത് സ്വതന്ത്ര പ്രവർത്തകരെയാണ്, അവര് സഭി കെ ലിയേ തോ ജാൻ ദേ രഹേ ഹേ, നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ജീവൻ നൽകുന്നത്. ഈ സ്വാതന്ത്ര്യ പ്രവർത്തകര് ജീവൻ നൽകി പോരാടുന്നത് നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയാണ്. നേപഥ്യ സെ സൈക്കഡോൻ ലോഗോം കി ഉത്തേജിത് ആവാസ് ആത്തി ഹെ. അണിയറയിൽ സൈക്കഡോൻ ലോഗോം കി, കോടിക്കണക്കിന് ആളുകളുടെ ഉത്തേജിത് ആവാസ്, അതായത് ആവേശഭരിതമായ സ്വരം ആണ് കേൾക്കുന്നത്. അണിയറയിൽ വളരെ ആവേശമായിട്ട് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയാണ്, മാരോ മാരോ സിപാഹിയോ കോ മാരോ. കൊല്ലുക, പട്ടാളക്കാരെ കൊല്ലുക. യേ അപ്നെ ഭായി ബന്ധു ഹേ. ഇവര് നമ്മളുടെ സഹോദരന്മാരാണ്. ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് പറയുന്നത്. ഇവര് നമ്മളുടെ സഹോദരന്മാരാണ്. മഗർ അംഗ്രേസോ കെ പിട്ടു ബൻ ഗേ ഹേ. പക്ഷേ ബ്രിട്ടീഷുകാരുടെ അടിമകളാണ് ഇവര്. ഇവരെ നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. പക്ഷേ ഇവര് ബ്രിട്ടീഷുകാരുടെ അടിമകളാണ്. സംഗീത്, ആസാദി കി ഗുൻ, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗീതം അണിയറയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യാന്തർ, നെക്സ്റ്റ് സീൻ. ഉമർത്തി ചലി ആ രഹി ഉത്തേജിത് ഭീഡ് കാ സ്വർ നസ്ദീക് ആ രഹാ ഹെ. ഉമർത്തി ചലി എന്ന് പറഞ്ഞാൽ ഇളകി മറിഞ്ഞു വരുന്ന, ഉത്തേജിത് ഭീഡ് കാ അതായത് ആവേശഭരിതമായ ഭീഡ് എന്ന് പറയുന്നത് ഇവിടെ ജനക്കൂട്ടം, ഇളകി മറിഞ്ഞു വരുന്ന ആവേശഭരിതമായ ജനക്കൂട്ടം നസ്ദീക് ആ രഹാ ഹെ, നമ്മളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തബി ഏക്ക് മോട്ടോർ കാർ സ്റ്റാർട്ട് ഹോനെ കി ധ്വനി. അപ്പോൾ ഒരു മോട്ടോർ കാർ സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേൾക്കാണ്. ബീർബൽ സിംഗ് ഗബ്ഡാക്കർ, ബീർബൽ സിംഗ് പേടിച്ചുകൊണ്ട്, അരേ DSP സാഹബ് തോ ചൽ ദിയേ. അല്ല, DSP സാർ പോയോ? അബ് മേം ക്യാ കരൂ. ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യുക? അഹിംസ കെ വ്രതാരിയോ പർ ടണ്ടേ ബർസാന ഓർ ബാത് ഹേ. അഹിംസ പരമായ മാർഗത്തിലൂടെ സമരം ചെയ്യുന്നവരെ, ടണ്ടേ ബർസാന എന്ന് പറഞ്ഞാൽ ലാത്തി ചാർജ്, അടിക്കുക എന്നൊക്കെയാണ്. അഹിംസാപരമായ മാർഗത്തിലൂടെ സമരം ചെയ്യുന്നവരെ ലാത്തി ചാർജ് ചെയ്യുക എന്നുള്ളത് ഒരു തരത്തിലുള്ള കാര്യമാണ്. ഹിംസക് ഭീഡ് കാ സാമന കർണ ഔർ, അതായത് ഹിംസക് ഭീഡ് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന ജനക്കൂട്ടം. ഇവിടെ വളരെ സംഘർഷഭരിതമായ അവസ്ഥയാണ്. ആക്രമിക്കുന്ന ജനക്കൂട്ടത്തെ നേരിടുക എന്നുള്ളത് മറ്റൊരു തരത്തിലുള്ള കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്തു ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുകയാണ് നമ്മളുടെ ബീർബൽ സിംഗ്. എന്നിട്ട് ആദേശാത്മക സ്വർമേ, ഓർഡർ നൽകുന്ന സ്വരത്തിൽ പറയുക, സിപാഹിയോ ആഹിസ്ത സെ പീച്ചെ ഹാട്ട്ലോ. ആഹിസ്ത എന്ന് പറഞ്ഞാൽ സാവധാനം, പട്ടാളക്കാരെ നിങ്ങൾ സാവധാനം പിന്മാറോ. ഗോഡോങ്കി ടാപ്പോങ്കെ മുട്നേക്ക സ്വർ, കുതിരകൾ തിരിഞ്ഞു പോകുന്ന സ്വരം.
അപ്പോൾ ഇവിടുന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാർ സാവധാനം പിന്മാറുന്നതാണ് നമ്മൾ കാണുന്നത്. DSP സാർ ആദ്യം തന്നെ മോട്ടോർ കാർ സ്റ്റാർട്ടാക്കി പിന്മാറി പോയി. ഈ സംഘർഷ സ്ഥലത്ത് നിന്ന് പിന്മാറിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഇൻസ്പെക്ടർ സാർ പട്ടാളക്കാരോട് ഓർഡർ കൊടുത്തു അല്ലേ, പട്ടാളക്കാർ സാവധാനം പിന്മാറണം എന്നുള്ള ഓർഡർ കൊടുത്തു. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഒന്നാകെ പിന്മാറിയിട്ടുണ്ട്. ഇബ്രാഹിം അലി കരാഹത്തെ ഹുയെ, കരാഹന എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് കരയാണ്, കരാഹത്തെ ഹുയെ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇബ്രാഹിം അലി കുതിരകളുടെ കുളമ്പടിയിലെ അടിയിൽപ്പെട്ട് തല പൊട്ടിക്കിടക്കുന്നതും ഇബ്രാഹിം അലിയുടെ തലയിൽ നിന്ന് രക്തം വരുന്നതും ഒക്കെ നമ്മൾ നേരത്തെ കണ്ട്. അങ്ങനെ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട്, വേദന കൊണ്ട് ഇങ്ങനെ വേദനിച്ച് കരയുന്നതിനാണ് കരാഹത്ത എന്ന് പറയുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലി ചോദിക്കാണ്, ക്യോം കൈലാസ് ഈ ആവാസ് കൈസി ഹേ, എന്താ കൈലാസ് ഈ ശബ്ദം എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ ശബ്ദം? അതായത് സംഘർഷഭരിതമായ ജനക്കൂട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ കൈലാസിനോട് ചോദിക്കാണ്, ഈ ശബ്ദം എവിടെ നിന്നാണ്? ക്യാ ലോഗ് ഷഹർ സേ ആ രഹേ ഹേ, എന്താ ജനങ്ങൾ പട്ടണത്തിൽ നിന്നും വരുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ജനങ്ങളും ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം പിന്മാറി നിന്നവർ വരെ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിലുമായി ഈ ഒരു നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. ദീൻ ദയാൽ, ശംഭുനാഥ് ഒക്കെ ആദ്യം ഈ ജാഥയെ വിരോധമായി പറഞ്ഞെങ്കിലും പിന്നീട് അവരും ഈ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് കൈലാസ് പറയാണ്. കൈലാസ് ചിന്തിത് ഹോക്കർ, ചിന്തിച്ചുകൊണ്ട് പറയാണ്, ജി ഹാ അതെ, ഹസാരോ ആദ്മി ഹെ, ആയിരക്കണക്കിന് ആളുകളാണ് ഉള്ളത്. ഇബ്രാഹിം അലി തോ അബ് ഗൈരിയത് നിഹി, ഇനി കുശലാന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഹമേ ഫോറിൻ ലൗട്ട് ചലന ചാഹിയെ, നമ്മൾക്ക് ഫോറിൻ ലൗട്ട് ചലന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. നിഹിതോ തൂഫാൻ മച്ചായേക, തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, ഇല്ലെങ്കിൽ കൊടുങ്കാറ്റടിച്ചതുപോലെ ആവും. അതായത് നമ്മൾ കണ്ട് പട്ടണത്തു നിന്ന് വരെ ആളുകൾ ഈ ഒരു ജാഥയിൽ പങ്കുചേരാൻ വേണ്ടി രാജ്യത്തിന്റെ പല ഭാഗത്തിൽ നിന്നും പട്ടണത്തു നിന്നും ഒക്കെ ആളുകൾ ഈ ഒരു ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ജനക്കൂട്ടം ഒരു കൊടുങ്കാറ്റ് പോലെ ബ്രിട്ടീഷുകാർക്ക് എതിരെയാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇബ്രാഹിം അലി മനസ്സിലാക്കുകയാണ് ഇനി ഇവിടെ സംഘർഷഭരിതമായ അവസ്ഥയാവും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് ഇബ്രാഹിം അലി മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഹമേ അപ്പനെ ഭായിയോൻ സെ ലഡായി നഹി കർണി ഹെ, നമുക്ക് നമ്മളുടെ സഹോദരന്മാരുമായി ലഡായി എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യണ്ട. അതായത് ബ്രിട്ടീഷുകാരാണെങ്കിലും കൂടി അവർ നമ്മളുടെ സഹോദരന്മാരായിട്ടാണ് ഇവിടെ ഇബ്രാഹിം അലി പറയുന്നത്. കഹോ കഹോ സബ്സെ, എല്ലാവരോടും പറയൂ. വാപ്പസ് ലൗട്ട് ചലേ, തിരിച്ചു പോകാൻ എല്ലാവരോടും പറയൂ എന്ന് പറയാണ്. कैलाश ये आप क्या कर रहे हैं, उड़ने की कोशिश क्यों कर रहे हैं? കൈലാസ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? എന്തിനാണ് ഉഡ്നേക്ക് കോശിഷ്, എണീക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ട ഇബ്രാഹിം അലി അവിടെ തലയ്ക്ക് പരിക്കേറ്റ് അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ് അല്ലേ. അവിടുന്ന് അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈലാസ് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്തിനാണ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്? ജൈസ ആപ് കഹേകെ, നിങ്ങൾ എന്താണോ പറയുന്നത്, വൈസാഹി ഹോക, അത് തന്നെയാണ് ഇവിടെ നടക്കുക. അതായത് എന്താണ് ഇബ്രാഹിം അലി പറഞ്ഞത്? ആളുകളോടൊക്കെ തിരിച്ചു പോകാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണോ താങ്കൾ പറയുന്നത് അത് തന്നെ ഇവിടെ നടക്കും. താങ്കൾ പറയുന്നത് പോലെ ഞങ്ങളെല്ലാവരും അനുസരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് ലോഗോം കി ഓർ മുഡ്കർ, ജനങ്ങളെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയാണ്, ഭായിയോം ഇബ്രാഹിം ചാച്ചാക്കെ ലിയെ ജൽദി ഹി സ്ട്രക്ചർ തയ്യാർ കരോ, ഇബ്രാഹിം ചാച്ചയ്ക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഒരു സ്ട്രക്ചർ തയ്യാറാക്കൂ. झंडियों के बासों को साफो और रुमालों से बांधो, जल्दी करो. ജണ്ടിയ എന്ന് പറയുന്നത് കൊടികളുടെ ആ മുള, ബാംസ് എന്ന് പറയുന്നത് മുള കൊടി കെട്ടിയിട്ടുള്ള ആ മുളകളെ എന്ത് ചെയ്യണം? രുമാലോം സെ ബാന്തോ, സാഫോ ഓർ രുമാലോം സെ ബാന്തോ, തൊപ്പികൾ കൊണ്ടും അതേപോലെ തന്നെ തൂവാലകൾ കൊണ്ടും ഒക്കെ കെട്ടു. സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ജൽദി കരോ, പെട്ടെന്ന് തന്നെ ആവട്ടെ. ഇബ്രാഹിം അലി കാംതി ആവാസ് മേ, വിറയ്ക്കുന്ന ശബ്ദത്തോടു കൂടി ഇബ്രാഹിം അലി പറയാണ്, ലോഗോं की മനോവൃത്തി മേ ആയ വ പരിവർത്തൻ ഹി ഹമാരി അസ്ലി വിജയ് ഹേ, ജനങ്ങളുടെ മനോവൃത്തി എന്ന് പറഞ്ഞാൽ ചിന്താഗതിയിൽ വന്ന മാറ്റമാണ് നമ്മുടെ യഥാർത്ഥ വിജയം. ഹമാര ഉദ്ദേശ് കേവൽ ജനതാക്കി സഹാനുഭൂതി പ്രാപ്ത് കർണ ഹെ, നമ്മളുടെ ഉദ്ദേശം എന്താണ്? ജനങ്ങളുടെ സഹാനുഭൂതി നേടിയെടുക്കുക എന്നുള്ളതാണ്. ഉനക്കി മനോവൃത്തിക്കോ ബദൽ ദേന ഹെ, അവരുടെ മനോവൃത്തി എന്ന് പറഞ്ഞാൽ മനോഭാവം, ബദൽന എന്ന് പറഞ്ഞാൽ മാറ്റ്, അവരുടെ മനോഭാവത്തെ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു.
അതായത് നമ്മൾ ആദ്യം തന്നെ കണ്ടു ശംഭുനാഥ് ദീൻദയാൽജി ഇതേപോലെ കുറേ ഇന്ത്യക്കാരാണെങ്കിലും കുറേ പേര് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിനോട് താല്പര്യമില്ലാതെ അതിൽ നിന്നും അകന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഈ ഒരു ജാഥയിലേക്ക്, ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പങ്കു ചേർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരുടെയും പിന്തുണ നേടിയെടുക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. जिस दिन हम इस लक्ष्य पर पहुंच जाएंगे उसी दिन स्वराज सूर्य का उदय होगा. ഏത് ദിവസമാണോ നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുന്നത് ആ ദിവസം ഉസീദിൻ, ആ ദിവസമായിരിക്കും സ്വരാജ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന സൂര്യോദയം ഉണ്ടാവുക. ജയ് ഭാരത്. സഭി ജോഷിലെ സ്വർ മേ ജയ് ഭാരത് ദോഹരാത്തെ ഹെ. എല്ലാവരും ജോഷിലെ സ്വർ എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ എല്ലാവരും ആവേശഭരിതരായി ജയ് ഭാരത് എന്ന് ഏറ്റുപറയുകയാണ്. സംഗീത് ആസാദി കി ഗുൻ. അണിയറയിൽ സംഗീതം, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പശ്ചാത്തല സംഗീതം അണിയറയിൽ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ആളുകളുടെ ശ്രമഫലമായാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇബ്രാഹിം അലിയെ പോലെ തന്നെ ഒരുപാട് ഇന്ത്യക്കാർ വേദനകൾ സഹിച്ചും അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിയും ഒക്കെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യല്ലോ അല്ലേ.